ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട റോസ്റ്റാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് 2 സവാളയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് എണ്ണ വേണം. അതുപോലെ ചുവന്ന മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പെരുംജീരകപ്പൊടി. ഈ മുട്ട റോസ്റ്റാണ് കേട്ടോ, മുട്ടയും കൂടെ വേണം. ആദ്യമായി ഒരു പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക. അത് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് അല്പം കടുക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാളയിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ചേർത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഈ ഗ്രേവിയിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെ രുചികരമായ മുട്ട റോസ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.